90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. കുഞ്ഞു പാട്ടിന്റെ ചിറകിലേറി രാഗവിഹായസിൽ പാറിപ്പറക്കുന്ന കുഞ്ഞു പാട്ടുകാരുടെ വിസ്മയ വിരുന്നിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മധുര സംഗീത വിരുന്നിൽ വാത്സല്യത്തേരുമായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ. മനസ്സിൽ മായാത്ത ചിരി വിരുന്നൊരുക്കിയ മലയാളത്തിന്റെ പ്രിയ നടൻ നമ്മുടെ സ്വന്തം മുകേഷ് അങ്കിൾ. സ്വരവിരുന്നിലെ കുരുന്നു സംഗീതത്തിന് ചന്തമേകാൻ നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. നരവസന്തം പൊഴിയുന്ന സംഗീത മഹായാത്രയിലേക്ക് വരുന്നു പ്രിയമിടുക്കി ശ്രീനന്ദ. വെൽക്കം ശ്രീനന്ദ കുട്ടി ഓൺ സ്റ്റേജ്. കുട്ടി ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. അതെ, ഓൺ എയർ ആകാൻ പോവാണ്. അപ്പൊ നല്ല തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാ ജഡ്ജസിനൊക്കെ നെട്ടിക്കണം. ഓക്കെ, റെഡി. ശ്രീനന്ദ, എന്താ അറബിക് ഡ്രസ്സാ? അതെ, എന്താ വ്യത്യാസമല്ലേ ശ്രീനന്ദക്ക്? ആ, ഒരു അറബിക് ഡ്രസ്, മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. സാറിന് ഈ വയലിലൊക്കെ ഇതെടുക്കുമല്ലോ, ചാനൽ എടുക്കത്തില്ലേ, അതുപോലെ ഇരിക്കുന്നു മുടിയുടെ കൂടെ. ഏത് പാട്ടാ നമ്മളെ? നളചരിതത്തിലെ നായകനോ? അസ്സല് പാട്ട്, അസ്സല് പാട്ട്. നളചരിതത്തിലെ നായകനോ, ആ ഭാവം. നാനിനി നനത്തിലെ നായകനോ, താനിനെ തനിനി താനിനെ തനിനി താരിനീരി രരത്തരാ താരരെ താരരെ. വളരെ ഇരുത്തം വന്ന ഒരു കുട്ടിയാണ് ശ്രീനന്ദ പാടുന്നത്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നളചരിതത്തിലെ നായകനോ, നന്ദനവനത്തിൽ
ശ്രീനന്ദക്കുട്ടി സർ. നന്നായിരുന്നു, ഉഗ്രനായിട്ട് പാടി, താങ്ക് യു സർ. വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. സുശീലമ്മ പാടിയ ചില ഭാഗങ്ങൾ അതുപോലെയൊക്കെ തോന്നി കേട്ടോ. താങ്ക് യു സർ. എനിക്കൊരു പ്രശ്നം തോന്നിയത് ചില സ്ഥലത്തൊക്കെ ശ്രുതി ചേരാനുണ്ടായിരുന്നു. പാട്ട് വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. അപ്പൊ ആ ശ്രുതിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അതാണ് മെയിൻ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത്. ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിശയരാഗം ആനന്ദരാഗം അഴകിയ രാഗം അപൂർവരാഗം. ഇതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. MSV സാറിന്റെ സംഗീതത്തിൽ ദാസേട്ടൻ പാടിയ ആ പാട്ട്. അപ്പൊ എന്തായാലും ഇനി നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ഈ ശ്രുതിയുടെ കാര്യം മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്ക് മോൾക്ക് ഉണ്ടാവുന്ന മെയിൻ പ്രോബ്ലം എന്നുള്ളതാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രീനന്ദ, സർ. മോളുടെ പാട്ടിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എപ്പോൾ കേൾക്കുമ്പോഴും ഒരു സീസൺഡ് സിംഗറിന്റെ ഒരു ഒഴുക്ക് മോളുടെ പാട്ടിലുണ്ട്. കോൺഫിഡൻസ് ഉണ്ട് ശബ്ദത്തിൽ. താങ്ക് യു സർ. ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷെ ഈ കോൺഫിഡൻസും, അതായത് ബോൾഡായിട്ടാണ് മോള് പാടുന്നത്. ഒതുക്കി വെച്ചിട്ട് പുറത്ത് തരാൻ മടിച്ച് ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സിംഗർ അല്ല. പക്ഷേ ആ ശബ്ദത്തിൽ വേണ്ടുന്ന കെയർ മധു അങ്കിൾ പറഞ്ഞ ആ പോയിന്റ് ശ്രദ്ധിക്കണം. മോളുടെ ശബ്ദം വളരെ മൈക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. അങ്ങനത്തെ ഒരു ശബ്ദം കിട്ടുന്ന സമയത്ത് അതിൽ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഡൈനാമിക്സ് ആണെങ്കിലും ഇതെല്ലാം ഇപ്പം മോളുടെ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ഡൈനാമിക്സ് എന്ന് പറയുന്നത് മൈക്ക് എവിടെ അടുത്ത് വെക്കണം, എവിടെ ദൂരെ വെക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മോൾക്ക് ഇനിയും ഇതിന്ന് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും. അതിൽ മോള് ഡെഫിനറ്റ് ആയിട്ടും ഇനി ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ ചെറിയ ചെറിയ ടച്ചസ് കുറച്ചും കൂടിയും ഫൈൻ ആവണം. അത് MG അങ്കിൾ പറഞ്ഞുതരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രീനന്ദ, സർ. നല്ല പാട്ട് സെലക്ഷൻ കേട്ടോ. കാരണം ഇതൊക്കെ ഈ പാട്ട് എത്ര കേട്ടാലും മതിയാവില്ല. കാരണം അതിന്റെ വരികളുണ്ട്. ഓ, ആരാ എഴുതിയതെന്നറിയോ? വയലാർ സർ. വയലാർ. ആ ടീമാണ് വയലാർ സാർ, ദേവരാൻ മാഷ് എന്നുള്ള ഒരു ടീമാണ്, ഒരു ടീം വർക്കാണ്. ഇതിനകത്തെ ആ അനുപല്ലവിയിലെയും ചരണത്തിലെയും ഉള്ള ലാസ്റ്റ് ലൈൻസ് എന്ന് പറഞ്ഞു. അനിരുദ്ധനോ? അനിരുദ്ധനോ അവൻ അഭിമന്യുവോ എന്റെ അഭിനിവേശങ്ങളെ വിരൽ തൊട്ടുണർത്തിയ കാമുകനോ കാമുകനോ. നന്നായിട്ടുണ്ട്. എന്താ ആ വരിയും ആ മ്യൂസിക്കുമായിട്ട് എന്ത് ബ്ലെൻഡാണെന്ന്. അത് മോള് പാടിയപ്പം ഈ അഭിനിവേശങ്ങളെ ആദ്യം കറക്റ്റായിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു പാടിയത്. ഇപ്പൊ പാടിയപ്പോൾ കറക്റ്റാണ് പാടിയത്. ഈ വരികളും ആ സംഗതിയും മോള് പാടുന്ന ഓഫ് കോഴ്സ് വെരി ഗുഡ്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ, കാരണം ഇങ്ങനെ ഈ ജോണറിലൊരു പാട്ട് അങ്കിളിന് പാടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് സത്യത്തിൽ. കാരണം നമ്മൾ പല പാട്ടും ഇഷ്ടംപോലെ പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ, 40 വർഷമായിട്ട് ഇത് പാടുന്നു. പക്ഷെ അതിനകത്ത് അല്ല അർത്ഥം. ഇതുപോലൊരു പാട്ട് അന്ന് കുറച്ചുകൂടെ നേരത്തെ ജനിച്ചിരുന്നേ കൊള്ളായിരുന്നു. നന്നായിട്ട് പാടി മോളെ. ഈ പറഞ്ഞ പോലെ ശ്രുതി മോളെന്ന് വളരെയധികം ശ്രദ്ധിക്കണം. മൈക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വോയിസ് ആണ് കയ്യിലുള്ളത്. അത് വെച്ച് അമ്മാനം ആടാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ ശ്രീനന്ദ, സർ. വളരെ ഗംഭീരമായി. താങ്ക് യു സർ. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല എന്നുള്ള ഒരു പാട്ടുകാരൻ്റെ, ഒരു സിംഗറിൻ്റെ ഒരു വിഷമമാണ്. കാര്യം അന്നെല്ലാം സിനിമ കണ്ട് ചിലപ്പോൾ കൂടുതലും സിനിമയിലായിരുന്നു നമ്മുടെ ശ്രദ്ധ. സംഗീതത്തിലോ അല്ലെങ്കിൽ വരികളിലോ ഒന്നും അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല. ഇപ്പം മോളിങ്ങനെ വന്ന് പാടുമ്പം അതിൻ്റെ സംഗീതത്തിലും വരികളിലും നമ്മൾ ശ്രദ്ധിച്ചപ്പം ഇങ്ങനെ ഒരു വരികൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. തീരുന്നില്ല, വർണ്ണനകൾ തീരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വർണ്ണനയോടുകൂടി ഇത് തീരുമായിരിക്കും. ഒരു കാമുകനെ പറ്റി വർണ്ണിക്കുകയാണ്. അപ്പോൾ എഴുതിയതൊരാണാണ്, ആണ് കാമുകിയായിട്ട് എഴുതുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഏതൊരു പാട്ടുകാരനല്ലാത്തവരും ഒന്ന് ആഗ്രഹിച്ചു പോകും ഇത് എങ്ങനെയെങ്കിലും ഇതുമായിട്ടൊന്ന് ഭാഗമാകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. അത്ര മനോഹരമായിട്ടുള്ളൊരു കോമ്പസിഷനാണ്. മോൾ അത് പാടി നമ്മൾ ഇത്രയും താല്പര്യത്തോടെ അത് കേട്ട് രസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിനകത്ത് മോൾ ഇറങ്ങി എന്നുള്ളതാണ് അർത്ഥം. അല്ലെങ്കിൽ ഇങ്ങനെ മേളിക്കൂടെ അങ്ങ് പോയനായിരുന്നു. പിന്നെ പണ്ടത്തേക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇത് ഉദയായുടെ പൊന്നാപുരം കോട്ട എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഉദയായുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ തന്നെ ആൾക്കാർ തിയേറ്ററിൽ ഇരിക്കുമ്പം ഒരു കോഴി നിന്നിട്ട് ഇങ്ങനെ
എഴുന്നേറ്റ് നിന്ന് കൊക്കരൊക്കോ എന്ന് പറഞ്ഞ് കൂവുന്ന ഒരു ഇതിലാണ് തുടങ്ങുന്നത്. അതാണ് അവരുടെ എംബ്ലം. ആ കോഴിയുടെ പടം കണ്ടിട്ട് ഫുൾ തിയേറ്റർ എല്ലാ ഷോയ്ക്കും കൈയടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വേറെ അത്രമാത്രം ആൾക്കാർക്ക് വിശ്വാസമാണ് ആ ബാനറിൽ. അപ്പോൾ അവിടം തൊട്ട് കൈയടി. പിന്നെ ആ കാലഘട്ടത്തിൽ കൈയടിക്കുന്നത് സ്റ്റണ്ട് ത്യാഗരായൻ എഴുതി കാണിക്കുമ്പോൾ കൈയടിക്കും. കാര്യം ആൾക്കാർക്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനാണ്, മാസിന്. ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് പേര് കാണും വേറെ തരത്തിൽ. പക്ഷെ കൂടുതലും ആൾക്കാർ എങ്ങനെയാണ് ആക്ഷൻ സീൻ. അപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ത്യാഗരായൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അങ്കിളെല്ലാം ഈ ഉദയ സ്റ്റുഡിയോയുടെ മുമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ പോകുമ്പോൾ ഞാൻ അകത്ത് കയറാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ പാട്ടുകളൊക്കെ എവിടെ വെച്ചാണ് എടുത്തത്. അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ ഒരു തടാകം അല്ല ചില അങ്ങനെയൊക്കെ അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഈ പാട്ടെടുത്ത ഇവിടാണ്. ഇപ്പം പൊന്നാപുരം കോട്ടയിലെ പാട്ടെടുത്ത അവിടാണ്. അപ്പോൾ അയ്യോ ആ പാട്ടെടുത്ത ഇവിടാണോ? അങ്ങനെ ഉള്ള ഒരു വലിയ പുണ്യസ്ഥലമാണ് നസീർ സാർ. പ്രേം നസീറാണ് കൂടുതലും പടങ്ങളിലെ ഹീറോ. നസീർ സാർ താമസിക്കുന്ന നസീർ കോട്ടേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊക്കെ അങ്കിള് പിൽക്കാലത്ത് വന്നിട്ട് നമ്മൾ ചോദിച്ച് മടിക്കും, നമുക്ക് നസീർ കോട്ടേജിൽ ഒരു ദിവസം താമസിക്കണം. അപ്പോൾ അതിനെന്താന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ ഫീലിംഗ് ആണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം. എത്രയോ കാലം നസീർ സാറ് മാസത്തിൽ 15 ദിവസം എല്ലാ ആർട്ടിസ്റ്റുകളും ഉദയ സ്റ്റുഡിയോയിലാണ്. ചെന്നൈയിൽ നിന്ന് എല്ലാവരും ഇനി വരും, ഉദയ സ്റ്റുഡിയോയുടെ പടങ്ങളാണ്. അപ്പോൾ ആ സമയത്തെല്ലാം ഇവർ ഷീല താമസിക്കുന്നത്, ശാരദ താമസിക്കുന്നത്, അങ്ങനെ എല്ലാവർക്കും പ്രത്യേകം വീടുകളുണ്ട്. അതെല്ലാം ആ സ്ഥലങ്ങളൊക്കെ പിന്നെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഉദയ. ഉദയയുടെ സിനിമകളും ചരിത്രപരമായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ വീണ്ടും ഇത് പ്രേക്ഷകർ ഇപ്പം മോള് പാടുമ്പം കേൾക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ വരികളുടെ വയലാറിൻ്റെ വരികളുടെ ഭംഗിയും ദേവരാം മാഷ സംഗീതത്തിൻ്റെ ഭംഗിയും ഒന്നുകൂടെ ആസ്വദിക്കാനുള്ള ഒരു മഹാഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ ശ്രീനന്ദക്കുട്ടി സർ, അപ്പോൾ ഇന്ന് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് താങ്ക് യു സർ. Srinanda is awarded a triple wow. Wow! Wow! ആടിയ ഒരു നന്ദപ്പൂക്കുറ്റി. ശ്രീനന്ദക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Bye, bye. ബൈ ബൈ. ശ്രീനന്ദക്കുട്ടി, പാട്ടൊക്കെ ആരാണ് സെലക്ട് ചെയ്ത് തന്നെ? എന്നെ പാട്ട് പഠിപ്പിക്കുന്ന സാറാ. സാറാ അല്ലേ? ഉഗ്രൻ സെലക്ഷൻ ഒക്കെ അല്ലേ സാറ് ചെയ്തു തരുന്നത്? ഇനി അടിപൊളി സെലക്ഷൻസ് ഒക്കെ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ ചിന്ന മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു തന്നു, അതൊക്കെ നെക്സ്റ്റ് റൗണ്ടിൽ ഓവർകം ചെയ്ത് സൂപ്പർ പെർഫോമൻസ് ആയിട്ട് വരില്ലേ? ഓക്കെ, ശരി. പാട്ടിന്റെ പൊൻ വസന്തത്തിലേക്ക് കൊച്ചു പാട്ടുകാരി നമ്മുടെ നിമക്കുട്ടി. വെൽക്കം നിമ താജുദ്ദീൻ ഓൺ സ്റ്റേജ്. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ട വിരിഞ്ഞോ, പല്ലാക്ക് മൂക്കുത്തി കല്ലുമിനുങ്ങി, ഇനിയും വരാത്തതിന്റെ എൻ തുമ്പിനെ അരികിൽ വരാത്തതിന്റെ ഈ കൈകളിൽ നടുവാൻ സ്വപ്നം പോലെ ഞാൻ വന്നു. എന്തോ ചേച്ചി, ഇതെന്താ സാധനം? ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മിസ്റ്ററി വീൽ. മിസ്റ്ററി വീല? യെസ്, ചേച്ചി പറഞ്ഞു തരാം. നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളിച്ചാലോ? നിമിക്കുട്ടി ഇതൊന്ന് കറക്കിക്കേ. രണ്ടിന്റെ മിഡിലാണല്ലോ. അപ്പൊ നിമിക്കുട്ടി തന്നെ പറയാം, ഏത് ചൂസ് ചെയ്യണം? ഹേർട്ട് വേണോ മൈക്ക് വേണോ? ഇത് ഹേർട്ടാണ് നിമിക്കുട്ടി ചൂസ് ചെയ്തേക്കുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നിമിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഏത് ട്രാവൽ ചെയ്യാൻ? എനിക്ക് ഇഷ്ടമുള്ള പ്ലേസ് പാരീസ്. പാരീസ്, എന്റെ പൊന്നു. അപ്പൊ ടോപ്പ് സിംഗറിലെ വിജയ്ക്കായിട്ട് നമുക്ക് പാരീസിലേക്ക് പോവാം. ഓക്കെ, ഓൺ എയർ വന്നിട്ടുണ്ട്. അപ്പൊ തകർത്തിട്ട് പോവാം. ഓക്കെ, ബൈ. ഏത് പാട്ടാ മോളെ? കണ്ണാലിലെ കണ്ണ. കണ്ണാലിലെ കണ്ണനോ?
കണ്ണ ആലിലെ കണ്ണ. ആ അങ്ങനെ നിർത്തിപ്പറ. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് പുതിയൊരു പാട്ടോ. അതെ, ഞാനും അതെ. കണ്ണാലിലെ കണ്ണൻ. കണ്ണാലിലെ കണ്ണ അങ്ങനെയാണോ? എങ്ങനെയാ തുടങ്ങണേ? അപ്പൊ മറ്റേ രീതി പാടി എങ്ങനെ വരും? കണ്ണാലിലെ കണ്ണ. എന്തായാലും പഠിച്ചു വന്നത് കൃത്യമായിട്ട് പാടുന്നു. ഏതായാലും ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫാഷൻ കാണുന്നത്. അതെ, ഞാനും ഇങ്ങനെ ചെയ്താൽ ഇവിടെ കംപ്ലീറ്റ് അങ്ങ് ഷേവ് ചെയ്ത് ഉണ്ടല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 4 ദിവസം മുമ്പ് ഞാൻ എന്റെ ഇളയ മോന്റെ മുടി ഇതുപോലെ വെട്ടിക്കൊടുത്തിട്ടാ ഇരിക്കണത്. ഇപ്പൊ ഒരു സൈഡിൽ മുടിയില്ല, ഒരു സൈഡിൽ. ആ ഞാനതാണ് മധുവിന്റെ വീട്ടിൽ പോയപ്പോഴത്തെ ഒരു നല്ല ക്രൗഡ് അവിടെ. മുടി വെട്ടാൻ വലിയ വലിയ ആൾക്കാരാ വരുന്നത്. ചാർജും വലുതാണ്. കാരണം ആരാ വെട്ടുന്നത്? ആരാ ബ്യൂട്ടി പാർലർ തുടങ്ങിയാലോ എന്നൊരു ആലോചന ഉണ്ട്. നല്ലതാ. കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. തിരയിലൊഴുകും മാലിലക്കണ്ണ, ഞാൻ
നിമ നന്നായിട്ട് പാടി, നല്ല അറ്റംപ്റ്റ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. നിമയുടെ ഒരു ഗംഭീര പെർഫോമൻസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് സാങ് ഗുഡ്, കാരണം കേൾക്കുമ്പം എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷേ ഞങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ, ഞങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്തോ ഇന്ന് പല സ്ഥലങ്ങളിലും ഒരു ചേർച്ചയില്ലായ്മയും, ഈ കണ്ണ എന്ന് തുടങ്ങുന്നത് തന്നെ അതിനകത്ത് ഒരു വിറയൽ വരും. മാധുര്യമ്മയല്ലേ ഇത് പാടിയിരിക്കുന്നത്, ഭയങ്കര പവർഫുൾ വോയിസ് അല്ലേ, അത് അത്രയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് മോള് പാടുമ്പോഴത്തേക്ക് ശ്രുതി ഒന്ന് പാടിക്കുക കണ്ണ. അത് പിടിക്കുന്നേ, അത് പോയത് കഴിഞ്ഞത് കഴിഞ്ഞു. എന്നാലും ഞാൻ പറയുകയാണ് ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. അതായത് കണ്ണ എന്ന് പിടിക്കുമ്പോൾ ആ നൂല് പിടിച്ച പോലെ ഇരിക്കണം. ആലില കണ്ണ, അവിടെ നല്ല ഗ്ലൈഡ് വരണം, എന്നാലേ അതിൻ്റെ ആ സുഖമുള്ളൂ. കണ്ണ അങ്ങനെ നല്ല മെലോഡിയസ് ആയിട്ട് വരണം, എന്നാൽ വോയിസ് നല്ല ഗ്രിപ്പായിട്ടിരിക്കണം. മോൾ പാടിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സ്ഥലം എന്ന് പറഞ്ഞാൽ ആ തുണ്ടുപോലെ പൊന്ന് പാടിയില്ലേ, അത് നന്നായിരുന്നു. ലാസ്റ്റിൽ നിർത്തിയത് നന്നായിരുന്നു. ബാക്കി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നിമ അല്ല ഇന്ന്, വെറും നീ. കുറച്ചുകൂടെ തുറന്ന് എന്തെങ്കിലും ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ ഒരു സ്ട്രെങ്ത് വരുന്നില്ല അങ്ങോട്ട്. ഇന്ന് ബിരിയാണി കഴിച്ചോ അതോ അതുകൊണ്ടാണല്ലേ? ചിലർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും. എന്താ ഏസോ എന്ന് പറഞ്ഞാൽ എന്താ മോളെ? അത് ബ്ലഡില് അത് കൂടുതലാണോ? അപ്പൊ കഫത്തിന്റെ ശല്യം കൂടുതലുണ്ടാവും. അങ്ങനെയാണോ കഫത്തിന്റെ? കാരണം ഞാൻ ചോദിച്ചതാണ്. സാധാരണ നിമ വരുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടും നല്ല സ്വീറ്റ് വോയിസ് ആണ്. ഇന്നൊരു ചെറിയൊരു ഷിവറിങ് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാൽ എനി പ്രോബ്ലംസ് വിത്ത് എന്ന്. ഏസോ ഒക്കെ പെട്ടെന്ന് ശരിയായി ഇനി അടുത്ത റൗണ്ടിൽ, അടുത്ത പെർഫോമൻസിൽ, അല്ലെങ്കിൽ അടുത്ത ഫേവറേറ്റ് സോങ്സ് റൗണ്ടിൽ തകർക്കുക. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. നിമക്കുട്ടി, മോളിന്ന് പാടിയപ്പം ഉണ്ടായ പ്രശ്നങ്ങൾ അങ്കിൾ പറഞ്ഞില്ലേ? എനിക്കും തോന്നിയതാണ്, സ്റ്റേബിൾ ആയിരുന്നില്ല. മോൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്ന ടൈപ്പ് കുട്ടിയല്ല. മുമ്പേ ഇതിനേക്കാളും ഒക്കെ എത്രയോ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇന്നിങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ടുഡേ ഈസ് നോട്ട് യുവർ ഡേ എന്നുള്ളൊരു സംഭവമായിട്ട് കണ്ടാൽ മതി. സാധാരണ ഇങ്ങനെ പറ്റുന്നത് എപ്പോഴാണെന്നറിയോ? ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയിൽ ഒരു പിടുത്തം വരും. അതുപോലെ തന്നെ ഐസ്ക്രീംസും പാടുന്നതിൻ്റെ തൊട്ട് മുമ്പേ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തം വരും. ആ പിടുത്തം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലായിരിക്കില്ല ഇരിക്കുന്നത്, എല്ലാം കയ്യിലുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ പാടി തുടങ്ങുമ്പോൾ ഇത് അയ്യോ ആരോ പിടിച്ച് തള്ളിയ പോലത്തെ സ്ലിപ്പ് പറ്റും തൊണ്ടയിൽ. ഇപ്പം മോൾക്ക് ഇപ്പം ഏസോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് മനസ്സിലാവും, കാണുന്നവർക്ക് മനസ്സിലാവും നിമ താജുദ്ദീൻ എന്താന്ന് ഈ ഒരു പാട്ടിലൂടെ അല്ലല്ലോ. ശരിയല്ലേ? അടുത്ത പ്രാവശ്യം നമ്മളത് ശരിയാക്കി. ഏസ് ഒന്നും ഇല്ലാത്ത ഞാൻ പാടുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെയാണ്, പിന്നെ എന്തിനാണ് നോക്കുന്നത്? അതൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം അടിച്ച് പൊളിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോ ഒരാളെ ഒന്ന് ഞെട്ടി. ആരാന്നറിയോ? അങ്ങേറ്റത്തെ വൈഷ്ണവി. അത് ശരി. നമ്മുടെ ഈ സിനിമ ഏതാണ്? ദേവി കന്യാകുമാരി. ആ കുട്ടിയുടെ ഞാൻ എന്നും വിളിക്കാറുള്ള പേരാണ്. കണ്ടില്ലേ, ഒരു ദേവിയുടെ ഒരു ലക്ഷണമില്ലേ അമ്പലത്തിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ദേവി. ആ ദേവി 2.5 വർഷമായിട്ട് പിടിച്ചു നിൽക്കുകയായിരുന്നു ഈ ടോപ്പ് സിംഗർ. കാരണം ആഗ്രഹമുള്ള ഒരു കാര്യങ്ങളും പറ്റുന്നില്ല. ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, ഐസ് ചിക്ക് കഴിക്കാൻ പറ്റത്തില്ല, തണുത്ത വെള്ളം കഴിക്കാൻ പറ്റില്ല. അതിന്റെ വാശി തീർക്കാൻ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഐസ്ക്രീമിന്റെ മേളിലൊക്കെ ഉറങ്ങുന്നു. വൈകുന്നേരം പറയാം, അച്ഛാ ഒരു 25 ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരൂ. എന്നിട്ട് ഐസ്ക്രീം കിടക്കയിൽ വിരിച്ചിട്ട് ഇങ്ങനെ നക്കി ഞാൻ 25 കഴിക്കത്തില്ല. ഒരു 2 ദിവസം കൂടുമ്പോ ഭക്ഷണം കഴിക്കും. 2 ദിവസം കൂടുമ്പോ ഒരെണ്ണം കഴിക്കും. പിന്നെ ഐസ് ഇട്ട നാരങ്ങ വെള്ളം. ഐസ് ഇട്ടതല്ല സാറില്ല, 2 വർഷം മോൾ ഇതിനായിട്ട് പിടിച്ചു വെച്ചില്ലേ? ഇനി ഒരു 2 മാസം കഴിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. നിമക്കുട്ടി, എന്തോ അപ്പോൾ 2 അങ്കിളുമാരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി പ്രത്യേകിച്ച് ഞാനിനൊന്നും പറഞ്ഞ് തരേണ്ട കാര്യമില്ല. കാരണം ശ്രുതിയാണ് ഇതിൽ മോളുടെ ഇന്നത്തെ പാട്ടിൽ ഇന്ന് പാടിയതിലുണ്ടായിരുന്ന മെയിൻ ശത്രു. അപ്പോൾ എന്തായാലും നീ നന്നായിട്ട് പാടാൻ പറ്റും. ഓക്കെ, നന്നായിട്ട് പരിശ്രമിക്കണം അതിന് വേണ്ടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. നിമ മോളെ, എന്തോ ഇവർ പറഞ്ഞ പോലെ ഇന്ന് മോളുടെ ഒരു ദിവസമല്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, മോള് ശാരീരികമായിട്ട് കുറച്ച് കുഴപ്പമുണ്ട്. 2, MG അങ്കിൾ പറഞ്ഞതുപോലെ മാധുരി അമ്മയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എനർജിയും ഭയങ്കര ഷാർപ്പുമാണ്. നമ്മൾ തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായിട്ടാണ്. അപ്പോൾ അവിടെ തന്നെ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കുഴപ്പം വരുന്നതായിട്ട് തോന്നും.
അപ്പോൾ ആ ഒരു സെലക്ഷൻ ഇന്നത്തെ ദിവസം അത് ഒരു എന്താ പറയുക ഒരു അൺലക്ക് എന്ന് തന്നെ പറയാം. മാധുര്യമ്മ പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം മാധുര്യമ്മ എല്ലാ നല്ല പാട്ടുകളും ദേവരായ മാസ്റ്ററെ ട്യൂണിലാണ് പാടിയിട്ടുള്ളത്. അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനാണ്. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അത് പേടിച്ചിട്ടാണ് എല്ലാവരും പാടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം. ജന്മന അങ്ങനെയാണ്. എൻ്റെ ഫാദറിൻ്റെ വലിയ അടുത്ത സുഹൃത്താണ് ദേവരായ മാസ്റ്റർ. ഫാദറിൻ്റെ ആത്മകഥയിൽ ദേവരായ മാസ്റ്ററിനെ പറ്റി ആദ്യം ദേവരായ മാസ്റ്ററിനെ കണ്ട കാര്യം എഴുതുന്നുണ്ട്. അപ്പം SN കോളേജിൽ അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പരിചയപ്പെടുത്തി. ഇയാളുടെ പേര് ദേവരാജൻ എന്നാണ്, പരവൂരുള്ളതാണ്. അപ്പോൾ സഖാവിനെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്, അല്ല പാട്ടുകാരനാണ്. അപ്പോൾ അച്ഛൻ ദേവരായ മാസ്റ്റർ അടുത്ത് പറഞ്ഞു, എന്നാൽ ഒരു പാട്ട് കേൾക്കാം, ഒരു പാട്ട് പാടും. അപ്പോൾ പാട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞാൽ പാടും. പക്ഷെ കുറച്ച് സമയം ഒരു സൈലൻസ് വന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പോൾ പാടുമെന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവരായ മാസ്റ്റർ പറഞ്ഞു, പാട്ടൊന്നുമില്ല. അപ്പം തന്നെ ആളുടെ സ്വഭാവം മനസ്സിലായി. കാര്യം അങ്ങനെ പാടുമെന്ന് പറഞ്ഞാൽ പാടുന്ന ആളൊന്നും അല്ല. അപ്പോൾ വളരെ ചെറുപ്പം കാലം മുതൽക്ക് തന്നെ പുള്ളിയുടെ സ്വഭാവം ഇതാണ്. ആ ദേവരായ മാസ്റ്ററുടെ കൂടെ ഈ മാധുര്യമ്മ എന്ന് പറഞ്ഞ പുതിയ പാട്ടുകാരി ഇത്രയും മനോഹരമായ പാട്ടുകൾ ഗംഭീരമായിട്ട് പാടുമ്പോഴാണ് മാധുര്യമ്മയുടെ സ്റ്റാറ്റസ് ഉയർന്നത്. ആ പാട്ടാണ് മോളിന്ന് പാടിയത്. സാരമില്ല, നെക്സ്റ്റ് ടൈം കലക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഗ്രേഡ് എന്താണ്? അപ്പോ നിമക്കുട്ടി, എന്താ ഇന്നത്തെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. അപ്പോൾ നമുക്കിന്ന് ഞങ്ങൾ തരുന്ന ഗ്രേഡ് എന്താന്ന് വെച്ചാൽ താങ്ക് യു. So congratulations Nima, you are awarded A1. താങ്ക് യു അങ്കിൾ. ലോനപ്പം പിള്ളേ അടിയൊരു പൂക്കുറ്റി. നിമ്മക്കുട്ടി ഒട്ടും സങ്കടപ്പെടണ്ട കേട്ടോ. അടുത്ത പ്രാവശ്യവും നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടാം, കേട്ടല്ലോ. ഇനി നമ്മുടെ കുട്ടി പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് സെഗ്മെന്റ് ആണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജീനിയസുകൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഇതാ. 3, 7, 11 എന്ന സമാന്തര ശ്രേണിയോട് 34ാം പദം കണ്ടുപിടിക്കുക. What is the 34th term of an arithmetic sequence? 3, 7 and 11. ഓപ്ഷൻ A 150, ഓപ്ഷൻ B 135, ഓപ്ഷൻ C 140, ഓപ്ഷൻ D 165. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 90+ മൈ ട്യൂഷൻ ആപ്പിൽ കയറി ഇന്ന് രാത്രി 10 മണിക്കകം ശരി ഉത്തരം രേഖപ്പെടുത്തുക. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടി ജീനിയസിന് 5000 രൂപ ക്യാഷ് പ്രൈസ്. 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് കോമ്പറ്റീഷനിൽ ഇന്നലത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി വിജയം കരസ്ഥമാക്കിയ കുട്ടി ജീനിയസ് മനു VM. കോട്ടായി ചെമ്പ്രാക്കുളം AUPSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മനു 90+ പാലക്കാട് ചിറ്റൂർ ഡീലർ ഹബിൽ വെച്ച് ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങി. സർഗവീതിയിൽ ആലാപനത്തിന്റെ അനവധ്യ സൗന്ദര്യം പകരാൻ തലസ്ഥാന നഗരിയിൽ നിന്നും എത്തുന്നു ആൻ ബെൻസൺ. വെൽക്കം ആൻ ബെൻസൺ ഓൺ സ്റ്റേജ്. മാനം തെളിഞ്ഞാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വീണം കല്യാണം വീണ പാടും വീണമായി അകതാരിലൂറും വിരഹാർദ്ര ഗീതമേ. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. പപ്പിക്കുട്ടി എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണല്ലോ, ചേച്ചിക്ക് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ എനിക്ക് കിട്ടി. പേര് കിട്ടിയ പോലെ തന്നെ എനിക്ക് വേറൊരു സംഭവം കൂടെ കിട്ടിയിട്ടുണ്ട്. അതെന്താ? ഈ ഇടയ്ക്ക് പഠിക്കാൻ ലേശം ഉഴപ്പാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഞാൻ പഠിക്കും, പക്ഷെ ഇപ്പൊ ക്ലാസ് ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. എളുപ്പത്തിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാനുള്ള ഒരു പോം വഴി എന്റെ കയ്യിലുണ്ട്, പറഞ്ഞു തരട്ടെ? പറഞ്ഞ അതാണ് 90+ മൈ ട്യൂഷൻ ആപ്പ്. പ്ലേ സ്റ്റോറിൽ ചെല്ലുക, 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. വൺസ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നെറ്റിന്റെ യാതൊരുവിധ ആവശ്യമില്ല. അതുപോലെ തന്നെ കേരള സിലബസിലുള്ള 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ആനിമേറ്റഡ് രീതിയിൽ തന്നെയാണ് ഓരോ ചാപ്റ്റേഴ്സും ഇതിലുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഇനി പപ്പിക്കുട്ടിക്ക് ഈസി ആയിട്ട് പഠിക്കാം. പിന്നെയും ഡൗൺലോഡ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ പ്ലേ സ്റ്റോറിൽ ചെന്ന് 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
ഏതാ പാട്ട് മോളെ? ഞാനിന്ന് ശ്രീകൃഷ്ണ പൊരുത്തിയ നക്ഷത്ര തിളക്കുന്ന സിനിമയിൽ അമ്പിളിപ്പൂമാരന്. എങ്ങനെയുണ്ട്? പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. വസന്തം തരില്ലേ അമ്പിളിപ്പൂമാരനോ സുന്ദരനാ മജ്നുവോ നീ മധുചഷകവുമായി വാ. തിരക്കൈകളിൽ നമുക്കും സുഖം നനഞ്ഞെത്തിയോ മഴക്കാറ്റുകൾ തിരക്കില്ല പോൽ സഖിയോർമ്മകൾ വനരതയുടെ മുടി കഴുകിയ മധുപൗർണമി പ്രിയതരമൊരു മതലഹരിയിൽ ഒഴുകുന്നു നീ ഹിന്ദോളം ചുടികളിന് ഹിന്ദോരം നഖമുനയുടെ വൈഡോരം നവവധുവിന് സമ്മാനം രാവല്ലയോ നിലാവല്ലയോ രാഗം താനം പാടാം ഞാനും നീയും മാത്രം അമ്പിളിപ്പൂമാരനോ സുന്ദരനാ മജ്നു
ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? നമ്മളെല്ലാവരും കൂടെ. രണ്ടുപേര് പാടിയ പാട്ടാണ്. അപ്പോൾ രണ്ടുപേര് പാടിയ പാട്ട് ഒറ്റയ്ക്ക് പാടുമ്പോഴത്തേക്ക് ലോഡ് കൂടും. പിന്നെ അതിൻ്റെ ഓർക്കസ്ട്ര ഞാൻ നമിച്ചു തന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇത്രയും ലൈവ് വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് വേണി ഇഗ്നീഷ് ആണ്. ഇതൊരു സിറ്റുവേഷൻ സോങ് ആണ്. സ്വപ്നം കാണുന്നതായിട്ട് വരുന്ന ഒരു സീനാണ്. പല പല സിറ്റുവേഷൻസ് പറഞ്ഞപ്പോൾ അത് കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പാട്ട് വേണി ചെയ്തിരിക്കുന്നത്. പക്ഷെ മോള് നന്നായിട്ട് പാടിയിട്ടു. ഉള്ളത് ക്ലീൻ ആയിട്ട് മോള് പാടിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. 1-2 സ്ഥലത്ത് ശ്രുതിയുടെ ചെറിയതുണ്ടെന്നെ, അതിപ്പം കണക്കാക്കണ്ട. ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്ക് മോളൊരു ഒരു പ്ലേ ബാക്ക് സിംഗിങ് ലെവലിൽ പാടിയിട്ടുണ്ട്. കാരണം എന്താണ് കറക്റ്റ് താളവും ബാക്കി ശ്രുതിയും ബാക്കി എല്ലാം എവറിത്തിങ് വാസ് കറക്റ്റ്. ഈ ഓർക്കസ്ട്ര കോറസും ഒക്കെ കൂടെ എവിടെ കൂടെ ഒക്കെ പോകണമെന്നുള്ളത് ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്, അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് മോള് പാടുമ്പോൾ അങ്ങോട്ട് നോക്കുന്നു. ടോട്ടലി ഒരു ക്രൗഡഡ് സോങ്. കുട്ടി വളരെ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. സ്റ്റേജിൽ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്. കാരണം നോട്ട്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അത് വളരെ അനായാസം എന്ന് കൈകാര്യം ചെയ്തു. അപ്പോൾ എന്തായാലും നല്ല ഫ്യൂച്ചറുള്ള ഒരു ഗായികയാണ്. ചരണത്തിൽ വനലതയുടെ മുടി തഴുകിയ മധുപൗർണമി, പ്രിയതരം ഒരു മതലഹരിയിൽ ഒഴുകുന്നു നീ, അവിടെ ഒത്തിരി താളം വലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ, അതൊക്കെ പറയാൻ വേണ്ടി പറയണമെന്ന് മാത്രം. അപ്പോൾ ഓക്കെ, നന്നായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. ഒരു കാലഘട്ടം തന്നെ ഓർമ്മ വന്നു. മോള് പാടിയത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ആ പാട്ടിൽ എന്തൊക്കെ വേണം അതൊക്കെ മോള് കറക്റ്റായിട്ട് തന്നെ പാടി. അത് വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റാവുന്ന പാട്ടുകൾ എടുത്തിട്ട് നന്നായിട്ട് പാടുക. ദീപ് ഉദ്ദേശിച്ച് കുറച്ചുകൂടെ സെമി ക്ലാസിക്കൽ, അങ്ങനെ ഡിഫറെന്റ് ജോണേഴ്സ് ഉള്ള പാട്ടുകൾ, പല ജോണേഴ്സ്. മോള് വരുന്ന സമയത്ത് എപ്പോഴും സംഗതികൾ ഓറിയന്റഡ് ആയിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ട്രിക്കി നോട്ട്സ് അങ്ങനത്തെ പാട്ടുകളായിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പൊ അത് മാത്രം അല്ലാതെ സിമ്പിളായിട്ട് പാടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ടൈപ്പ് പാട്ടുകളുണ്ട്. കേൾക്കാൻ സിമ്പിൾ ആയിരിക്കും, പാടിക്കഴിഞ്ഞാൽ പണി അറിയുന്ന ആൾക്കാർക്കേ പാടാൻ പറ്റും. അതുപോലത്തെ ടൈപ്പ് പാട്ടുകളും കൂടെ മോളുടെ പെർഫോമൻസിന് കാണാൻ ഒരാഗ്രഹം. അങ്ങനെ എന്തെങ്കിലും പാട്ട് അറിയാമോ? അങ്ങനെ ഏതെങ്കിലും പാട്ട് അറിയാമോ? പാടാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് കേൾക്കട്ടെ, പല്ലവി, ജസ്റ്റ് 2 ലൈൻസ്. ആയിരം പൂക്കൾ നുള്ളിവ, അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവ, കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃത, തിരുമുറിവുകളിൽ തൂകും കുളിരമൃത, കളരും നരനും കളരവമായി പൂങ്കാറ്റേ ലാ ലാ ലാ, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. ഓക്കെ മോളെ, അപ്പൊ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇത് മോള് പാടിയ പാട്ടിൽ ഇതുവരെ കൊണ്ടുവന്ന പാട്ടിൽ നിന്നും എല്ലാം വേറൊരു ജോണറിൽ മോള് പാടിയപ്പം അതെ മോളുടെ സിംഗിങ്ങിൽ തന്നെ നമുക്ക് പുതിയ അറിവ് കിട്ടുന്നുണ്ട്. മറ്റേത് എപ്പോഴും മറ്റേ ടൈപ്പ് പാട്ടുകൾ എടുക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. വെരി ഗുഡ്. ആൻ ബെൻസൺ ഞങ്ങൾ ചോദിച്ച പോലെ ഈ പാട്ട് എങ്ങനെ സെലക്ട് ചെയ്തു? ഞാനും എൻ്റെ സഹോദരന്മാരുടെയും ഏറ്റവും ഫേവറേറ്റ് മൂവിയാണ് ഇത്. അപ്പോൾ അതൊരു 1000 തവണയെങ്കിലും നമ്മൾ ഈ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടും നമ്മൾ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നിന്നൊരു സോങ് സെലക്ട് ചെയ്തപ്പോൾ ഒരു സന്തോഷം. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. അപ്പോൾ ആൻ ബെൻസൺ, അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ശ്രുതി പ്രോബ്ലവും ഇടയിൽ മറ്റേ താളം വലിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ക്രൗൺ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ അതുകൊണ്ട് തരുന്നത് എക്സ്ട്രീം ടുഡേ. താങ്ക് യു. And congratulations, you are awarded a Extreme. Bye and all the best. Thank you. Bye. ആൺകുട്ടി, അപ്പൊ ജഡ്ജസ് ഒക്കെ അടിപൊളി കമന്റ്സ് ഒക്കെ പറഞ്ഞു. ഹാപ്പി ആയോ? ഹാപ്പി ആയല്ലേ? ഉഗ്രൻ സെലക്ഷൻ ഒക്കെയാന്ന് പറഞ്ഞു സോങ്സ് ഒക്കെ. അപ്പോൾ ഇനി വരുന്ന റൗണ്ടിലും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എക്സ്ട്രീം അല്ലേ കിട്ടിയത്, ഇനി ഗോൾഡ് ഉറപ്പായിട്ടും ഷുവർ. അപ്പോൾ ഇനി അടുത്ത റൗണ്ടിൽ നമുക്ക് കാണാം. ഓക്കെ, ടാറ്റാ.
ജഡ്ജസ് നമ്മുടെ ഓർക്കസ്ട്ര അവിടെ റെഡി ആയിരുന്നു. ഓർക്കസ്ട്ര ഓർക്കസ്ട്ര വിളിക്കട്ടെ. ഇപ്പൊ ഞാനത് പറയത്തില്ല കേട്ടോ, കാരണം വേറൊന്നുമല്ല, ഞാനും ഇനി ഏതെങ്കിലും ഒരു ഇന്റർവ്യൂല് പറയുമ്പോഴത്തേക്ക് എന്റെ ഓർക്കസ്ട്ര, കാരണം എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചുമ്മാ മറ്റേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ആ പാട്ടുണ്ടല്ലോ. അപ്പം മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ എന്നാണ്. ഞാൻ ചുമ്മാ കളിക്ക് മാറിൽ തോളാപ്പ് കയറ്റുന്നതും ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടിയോ? കളിക്ക് പാടിക്കൊണ്ടിരുന്നു. കറക്റ്റായിട്ട് ഇവിടെ പ്രോഗ്രാമിന് എന്ന് മാളിക മുകളേറിയ മന്നന്റെ മാറിൽ തോളാപ്പ് കയറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഓർക്കസ്ട്ര വിളിച്ചാൽ മതി. ഓക്കെ. സ്വരവേദിയിൽ കുറുമ്പിന്റെ കിലുക്കവുമായി ചിരിമേളം ഒരുക്കാൻ കൊച്ചിയിൽ നിന്നും നമ്മുടെ മിയക്കുട്ടി എത്തുന്നു. വെൽക്കം മിയക്കുട്ടി ഓൺ സ്റ്റേജ്. കുയിലിനെ തേടി കുതിച്ചു പായും മാറ പട്ടായക്കാര എണ്ണം താരെണ്ണം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു നാളിലാടി. എല്ലാരും ചെല്ലണേ എല്ലാരും ചെല്ലണേ കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. അപ്പോ പാട്ടൊക്കെ പാടിയിട്ട് പോപ്കോൺ ചേച്ചി നോക്കിക്കോളാം കേട്ടോ. പാട്ടൊക്കെ പാടിയിട്ട് ടാറ്റാ. എന്റെ അമ്മ, ഇത് ആരാ വന്നേക്കണേ? ശരിക്കും ഒരു സിനിമാ നടിയെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. അതെ പാവാട ആരാ മുറിച്ചത്? ഉമ്മച്ചി. ഇതെന്താന്ന് ഉമ്മച്ചി ഇങ്ങനെയൊക്കെ കാണിച്ചാല് കൊച്ചിന്റെ പാവാടയുടെ ഫ്രണ്ട് ഭാഗം മുഴുവൻ കീറി കളഞ്ഞു. പാഷനല്ലേ? നടക്കാനുള്ള സൗകര്യത്തിനാണോ? തട്ടി വീഴാതിരിക്കാൻ ഫ്രണ്ടെന്ന് മാത്രം അല്ലേ? ഏതാണ് പാട്ട്? കിഴക്ക് കിഴക്ക് ഒരാന. അതാരാ അവിടെ? നല്ലതായിട്ട് വായിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓർക്കസ്ട്ര ഓൾ ദി ബെസ്റ്റ്. ാമരം താലി
താരം താലി പീലി നെറ്റിപ്പട്ടം എനിക്കറിയാം എനിക്കറിയാം അമ്പിളി മാമൻ. കലക്കി മോളെ. മിയ സൂപ്പർ ആയിട്ട് പാടി കേട്ടോ, സത്യമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എവറിത്തിങ് ഈസ് ഗുഡ്. എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടത് ആ പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു പ്രാവശ്യം കൂടെ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അതായത് ആ എക്സ്പ്രഷൻ എന്തായിരുന്നു ലാസ്റ്റ്. അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മോള് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ആ ടിങ് വരെ മോള് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കും. അതിനൊരു വലിയ കൈയടി തരികയാണ്. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പിന്നെ ആ ടോപ്പ് പോർഷൻ ഒന്ന് പാടിക്കും മോള്. ആ ലാൻഡിങ് പോർഷൻ മാത്രം ഒരു താഴെ അങ്ങനെ വിട്ടാൽ മതി. അത് തന്നെ ഭയങ്കര ഗംഭീരമാണല്ലോ. ഈ പ്രായത്തിലും പറഞ്ഞു കൊടുത്താല് പെട്ടെന്ന് മനസ്സിലാവും. ഇതൊക്കെ ആരായിരിക്കുന്നറിയോ? ഇത് സീതാലക്ഷ്മി. ആ ചേച്ചിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം 1ാം സ്ഥാനം കിട്ടിയത്. അത് ആദിത്യൻ ഒരു അമേഴ്സിംഗ് സിംഗറാണ്, അതിശയിപ്പിക്കുന്ന ഒരു പാട്ടുകാരനാണ്. അങ്ങേ അറ്റത്തിരിക്കുന്നത് വൈഷ്ണവി. ഞങ്ങളെല്ലാം ദേവി കന്യാകുമാരി എന്ന് വിളിക്കും. ഇവരെല്ലാം മോടെ പാട്ട് കേൾക്കാൻ വന്നിരിക്കുക, കൈയടിക്കാൻ വന്നിരിക്കുക. അവരെ എന്താ വിളിക്കും? പാട്ടുകോട്ട. മോളുടെ പാട്ട് അങ്കിളിന് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മോൾ എങ്ങനെയാ ഈ സ്റ്റെപ്സും ഈ ചിരിച്ച് പാടുന്നതൊക്കെ അതാരെങ്കിലും പഠിപ്പിച്ചു തരുന്നതാണോ അല്ല മോള് തന്നെ സ്വന്തം ഇടുന്നതാണോ? അതെന്റെ വാപ്പി പഠിപ്പിച്ചന്നെ. ചിരിക്കാൻ പറയും, പിന്നെ ആക്ഷൻ എടുക്കാൻ പറയും. ആക്ഷൻ എടുക്കാൻ പറയും. മോൾ എന്ത് ചെയ്യും? ഓ അങ്ങനത്തെ കൈകൊണ്ടുള്ള ആക്ഷൻസ് ഒക്കെ അല്ലേ, അതെല്ലാം നല്ല ഭംഗിയായി ചെയ്തു. പിന്നെ മോളുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും അതിശയം തോന്നിയിട്ടുള്ളത്, ഇത്ര ഹൈ പാടുകയാണെങ്കിലും ശ്രുതി അങ്ങ് അവിടെ ലോക്കായിട്ടിരിക്കും. ശ്രുതിയൊക്കെ ശരിക്കും നമ്മള് സ്റ്റുഡിയോയിലൊക്കെ പാടി കഴിഞ്ഞ് പിച്ച് കറക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ശ്രുതിയില്ലേ, അതാണ് ഈ മോള് അറിഞ്ഞോ അറിയാതെ തന്നെ, അറിഞ്ഞോണ്ടായിരിക്കില്ല, അറിയാതെ ശ്രുതി ശുദ്ധമായിട്ട് പാടുമ്പം അത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതത്തോടെയാണ് ഞാൻ ഈ കാണുന്നത്. അപ്പൊ എപ്പോഴും മോൾ ഇതേപോലെ മോളുടെ പാട്ടില് അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മോള് ചിരിച്ചു പാടുന്നത്, മോൾ ആക്ഷനോ, ഇതൊക്കെയാണ് അങ്കിളിന് മാത്രമല്ല എല്ലാവർക്കും, ഈ TV കാണുന്ന എല്ലാവർക്കും മോളിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ അത് ഒരിക്കലും മറക്കരുത് കേട്ടോ. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ഹെയർ സ്റ്റൈൽ കൊള്ളാം, ഇന്നത്തെ ഉടുപ്പ് കൊള്ളാം, ഇന്നത്തെ പാട്ട് കൊള്ളാം, ഇന്നത്തെ ആക്ഷൻ കൊള്ളാം. ഇന്ന് കലക്കിയല്ലോ എല്ലാം കൊണ്ടും. സൂപ്പറായിരുന്നു കേട്ടോ. ശ്രുതി വളരെ പെർഫെക്റ്റ് ആണ് മോളുടെ. വളരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അതൊരു ശരിക്കും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് മിയക്കുട്ടിയുടെ. എനിക്കൊരു കാര്യം കൂടി കേൾക്കണം. ആ ഇടയ്ക്ക് പാടിയൊരു ചിരിയില്ലേ, പാടിയപ്പോ ഒരു ചിരി ചിരിച്ചില്ലേ അനുപല്ലവിയില്? ആ ഭാഗം ഒന്ന് കേക്കട്ടെ. മാനത്ത് നീർത്തുന്ന മുത്തുകുട അയ്യയ്യ, കാലത്ത് ചുരുട്ടുന്ന മുത്തുകുട. അത് തന്നെ. നീർത്തുന്ന മുത്തുകുട അയ്യയ്യ, കാലത്ത് ചുരുട്ടുന്ന മുത്തുകുട. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ശരി, ഷൂ അല്ലേ? ബൾബ് വെച്ച ഷൂ. ഷൂല് ലൈറ്റോ? കണ്ടില്ല? അതെങ്ങനെയാ? അതായത് ഇത് എവിടുന്ന് ഷൂ വാങ്ങിയത്? എന്റെ ഉമ്മി വാങ്ങിക്കൊണ്ട് വന്നതാ. എവിടുന്ന്? ഏതൊരു കടയിൽ കൊണ്ടേയില്ല. ഓ ശരി, കൊറോണ ആയതുകൊണ്ട് കൊണ്ടാകാൻ പറ്റൂല. ശരി. മിയക്കുട്ടി, എന്തോ ഇവരൊക്കെ പറഞ്ഞനുസരിച്ച് ഞാൻ പറയാണ്, മോള് ശ്രുതി ജന്മന കൊണ്ടുവന്ന ആളാണ്.
എല്ലാവർക്കും അങ്ങനെ കിട്ടത്തില്ല. ഇത് ജന്മനാണ്, ഇത് ആരും പഠിപ്പിച്ചു തന്ന ഒന്നുമല്ല. ഇന്ന് ഇവിടെ പെർഫോം ചെയ്ത് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് ഈ ലൈറ്റൊക്കെ ഇട്ടുള്ള ഷൂസ് എല്ലാം ഇട്ട് ചെയ്തത് ലോകത്ത് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള പെർഫോമൻസാണ്. ഇതെന്താന്ന് ഞാൻ പറയട്ടെ. ഇത് സത്യൻ മാഷ് കൊച്ചു കുട്ടിക്ക് പാടിക്കൊടുക്കുന്നതാണ്. അപ്പോൾ സത്യൻ മാസ്റ്ററുടെ വോയിസ് PB ശ്രീനിവാസാണ് പാടുന്നത്. ഈ കുട്ടിയുടേത് ലത എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുകാരിയാണ് കൊച്ചിൻ്റെ സൗണ്ട് പാടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളുടെ സൗണ്ടും കൊച്ചാൾ പാടി, കൊച്ചാളുടെ സൗണ്ട് പിന്നെ വേറെ പോകണ്ടല്ലോ, കൊച്ചാൾ തന്നെ ഉണ്ട്. അങ്ങനെ രണ്ടും കൂടെ ചേർന്ന് അത് വളരെ ഒരു റെക്കോർഡാണ് കേട്ടോ. ആ, 2 നായകന്മാരാണ് അതിനകത്ത്. ഒന്ന് സത്യം മാസ്റ്റർ, ഒന്ന് നസീർ സാർ. അപ്പൊ രണ്ടുപേരും കംപ്ലീറ്റ് ഇമേജ് പൊളിക്കുന്ന ഒരു പടമാണ്. നസീർ സാറ് ശാരദയുമായിട്ട് ലവ് ആണ്, കാമുകന്മാരാണ്. പക്ഷെ നസീർ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കപ്പലിൽ പോയി ലോകം മുഴുവൻ കാണണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവര് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാം എന്ന് തീരുമാനിച്ചതിന് ശേഷം കല്യാണമൊക്കെ ഉറപ്പിച്ച് ഇങ്ങനെ വരുന്നതിന് ആ സമയത്ത് ഇയാൾക്ക് കപ്പലിൽ ജോലി കിട്ടും. അപ്പം ശാരദ പറയും, ഇനിയിപ്പോ എന്നെ വിട്ടിട്ട് പോകാനൊക്കത്തില്ല, നമ്മളെ കല്യാണം എല്ലാം തീരുമാനിച്ച് വിദൂരതയിലേക്ക് നോക്കി നസീർ സാർ പറയും, എനിക്ക് പോണം, ഞാൻ കപ്പലിൽ പോകും. അല്ല ചേട്ടാ, എന്നെ വിട്ടിട്ട് അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് കപ്പലിൽ പോണം. എന്നാൽ പിന്നീട് കഥാപരമായിട്ട് ശാരദയെ കല്യാണം കഴിക്കുന്ന സത്യം മാഷാണ്. 80 വയസ്സുണ്ട് സത്യം മാഷിന്. അപ്പോൾ എല്ലാവരും കളിയാക്കും, ഈ പ്രായത്തിൽ ഈ കൊച്ചു പെണ്ണിനെ ഇങ്ങനെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശാരദ ഗർഭിണിയാണ്. അപ്പം സാധാരണഗതിയിൽ കഥയിൽ എന്നെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ അല്ലേ, ഇയാൾ പറയും എൻ്റെ കൊച്ചു തന്നെ. അങ്ങനെ ആ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് വളർത്തും. ആ കുട്ടിക്ക് വേണ്ടി പാടിക്കൊടുക്കുന്നതാണ് കിഴക്കൊരാന എന്നുള്ള. അങ്ങനെ വലിയ കഥയുള്ള ഒരു പാട്ടാണ് മോള് പുല്ലുപോലെ പാടിയത്. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഒരു ചോദ്യം, വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് മോടെ വാപ്പി ചോക്ലേറ്റ് കൊടുത്തു വിടൂല്ലേ ഇവിടെ കൊണ്ട് എല്ലാവർക്കും തരാൻ? ചിരിക്കല്ലേ. എന്നിട്ട് ഇവളെന്താ ചെയ്യുന്നറിയോ, അവിടുന്ന് കുറെ ചോക്ലേറ്റ് ഇവിടെ എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവൾക്കൊരു സ്പെഷ്യൽ ബാഗ് ഉണ്ട്. അത് എങ്ങും വെക്കത്തില്ല, എടുത്ത് ഇടുപ്പത്ത് വെച്ചോണ്ടിരിക്കും. എന്നിട്ട് അതിനകത്ത് നിറച്ച് ചോക്ലേറ്റ് കൊടുത്തു വിടും വാപ്പി. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ തിരിച്ചും കൊണ്ടുപോകും. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ആരോ ചോദിച്ചത് എന്താ ഞങ്ങൾക്ക് തരാത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞ് നാളെ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്ക് മറ്റേത് ഡയറി മിൽക്കും വലിയ ചോക്ലേറ്റുമാണ്, ചെറിയ നാരങ്ങ മുട്ടായി ഉണ്ടല്ലോ, ഒരെണ്ണം എടുത്ത് നമ്മുടെ പ്രൊഡക്ഷനിലുള്ള വയലാറിന് കൊടുത്തു. മിയക്കുട്ടി, അപ്പൊ ഇന്ന് മിയക്കുട്ടിക്ക് എന്ത് ഗ്രേഡ് ആണ് വേണ്ടത്? അതാണ് വേണ്ടത്. മുട്ടായി തരാത്തോണ്ട് അതെ, മിഠായി ഒന്ന് കുറയ്ക്കാന്ന്. അതെ, മിഠായി പിന്നെ തരാന്ന് പറഞ്ഞില്ലേ? നാളെ തരുമോ? അപ്പൊ നാളെ ഗോൾഡൻ ക്രൗൺ തരാം. ഓക്കെ, ഇന്ന് മിയക്കുട്ടിക്ക് എക്സ്ട്രീം. Congratulations, Miyakutti, you are awarded A Extreme. ആടി ഒരു ചോക്ലേറ്റ് പൂക്കുറ്റി. കൊറേ ഗ്രേഡ് ഒക്കെ ആയില്ലേ? ഇതൊക്കെ കൊണ്ട് എന്താ ചെയ്യുന്നത്? വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടോ? ഗ്രേഡ് വീട്ടിൽ വെക്കും. എല്ലാം സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അവളൊരു സാധനം കൊടുക്കൂല ആർക്കും. ഇല്ല, ഗ്രേഡും കൊണ്ട് വീട്ടിൽ വെക്കും, മുട്ടായും കൊണ്ട് വെക്കും, എല്ലാം വീട്ടില. എന്നിട്ടാ മിയ മോളെ, അയ്യോ സുന്ദരി കുട്ടി, എനിക്ക് മിയനെ ഭയങ്കര ഇഷ്ടാ. ചോക്ലേറ്റ് ഒക്കെ ആർക്കും കൊടുക്കില്ല എന്നൊക്കെ കേട്ടല്ലോ, എനിക്ക് തരുമോ? അപ്പൊ ഇനി ഗംഭീര പെർഫോമൻസ് ആയിട്ട് വാപ്പ പറഞ്ഞു തന്ന ആക്ഷൻസും എല്ലാം പഠിച്ച് വന്നം കേട്ടോ. ഇന്നത്തെ ടോപ്പ് സിംഗർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ബെസ്റ്റ് പെർഫോമറിലെ സമയമാണ്. മധു അങ്കിൾ, ടുഡേസ് ബെസ്റ്റ് പെർഫോമർ ഈസ് മിയ. വെൽക്കം മിയ കുട്ടി ഓൺ സ്റ്റേജ്. മിയ കുട്ടിക്ക് GRB നെയ് നൽകുന്ന ഒരു സമ്മാനം.
90+ മൈ ട്യൂഷൻ ആപ്പ് ലവേഴ്സ് ടോപ്പ് സിംഗർ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചാച്ചാ.